ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഈ രീതിയിൽ ബട്ടർ ചിക്കൻ ഒന്ന് തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്ക് റെസിപ്പിയിലോട്ട് കടന്നാലോ? അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ബോൺലെസ് പീസ് അല്ല കേട്ടോ എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരുന്നതാണ്. ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം ചിക്കൻ എടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ച് പുളിയുള്ള തൈരാണ്. ഇനി ഇതിലേക്ക് 1 ലെമണിന്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. 1/2 മണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടത്. ഇനി നിങ്ങളുടെ അടുത്ത് തന്തൂരി ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ആ തന്തൂരി ചിക്കൻ മസാല കൂടി ചേർത്താലാണ് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടുകയുള്ളൂ ബട്ടർ ചിക്കന്. അപ്പോൾ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 12 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ സവാളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കേണ്ട. മിക്സിയുടെ വിപ്പ് വട്ടം വെച്ചിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. നമ്മൾ നൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിക്ക് വേണം ഇത് ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 4 വലിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10-12 അല്ലി വെളുത്തുള്ളി വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിൻ്റെ ഒപ്പം നമുക്ക് മല്ലിയിലയുടെ തണ്ട് കൂടി ഇട്ട് കൊടുക്കണം. അതാ ഇവിടെ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഒരു കടായി വെച്ച് കൊടുക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങനെ മൊരിയിച്ചെടുക്കണ്ട. ചിക്കൻ കുക്ക് ആവുന്നവരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി. തിരിച്ച് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഞാനിപ്പോൾ 3 ബാച്ചായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അധികം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഫ്രൈ ചെയ്യാനായിട്ട്. നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി എണ്ണ അധികം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെയാണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി സ്പൈസസ് ഇട്ട് കൊടുക്കാം. 2 ഇഞ്ച് വലുപ്പത്തിലുള്ള കറുവാപ്പട്ടയും 4 ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാല ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം മസാല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവാള റെഡിയാക്കി വെച്ചിട്ടില്ലേ, അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ആ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ തക്കാളി അടിച്ചു വെച്ചിരിക്കുന്നില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി തക്കാളിയിലെ വെള്ളം മുഴുവനായിട്ട് വറ്റി തക്കാളിയിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം. അതുവരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക. ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതാ തക്കാളിയിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് കാഷ്യൂ പേസ്റ്റ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 20 സ്പ്ലിറ്റഡ് കാഷ്യൂ ആണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് 15 മിനിറ്റ് നേരം സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു സെമി തിക്ക് ആയിട്ടുള്ള ഗ്രേവിയാണ് ഈ കറിയുടെ.
ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/4 കപ്പും കൂടിയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഈ കസൂരി മേത്തി ഇട്ട് കൊടുക്കുമ്പോഴാണ് ബട്ടർ ചിക്കൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു 5 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുത്താലാണ് ആ ചെറിയൊരു സ്വീറ്റ്നെസ്സും കൂടി കിട്ടുള്ളൂ ബട്ടർ ചിക്കന്. ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ കസൂരി മേത്തി ചേർത്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ബട്ടർ ചിക്കൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. എല്ലാം കറക്റ്റ് ആണോ എന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ബട്ടർ ചിക്കൻ ഉള്ളത്. ഒരു സെമി തിക്ക് ആയിട്ടുള്ള ഗ്രേവിയാണ്, ഒരുപാട് ലൂസല്ല. ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനൊരു ചെറിയ പാക്കറ്റ് ഫ്രഷ് ക്രീമിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഇവിടെ അടിപൊളി സ്വാദിലുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കൂടിയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. നമുക്കിതെല്ലാതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ റെഡിയാക്കി അപ്പം തന്നെ സെർവ് ചെയ്യുന്നതിനേക്കാളും ഒരു അരമണിക്കൂറൊക്കെ നേരം വെച്ചിരുന്നിട്ട് സെർവ് ചെയ്യുമ്പോഴാണ് കൂടുതൽ സ്വാദം ഉണ്ടാവുക. ഈ ഫ്രഷ് ക്രീം എല്ലാതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ഗ്രേവി ഉള്ളത്. അപ്പോൾ ബട്ടർ ചിക്കൻ ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഞാൻ ചിക്കൻ്റെ പലതരത്തിലുള്ള റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെജിറ്റേറിയൻ റെസിപ്പീസും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. താങ്ക്